ഗടികളെ നമ്മൾ കുറേ നാളായിട്ട് കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളിത് നല്ലൊരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അങ്കമാലി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പോർക്കിൻ്റെ കാര്യം ഓർമ്മ കേട്ടോ. അപ്പോൾ അങ്കമാലിക്കാർക്ക് മാത്രമല്ല പോർക്ക് ഉള്ളത്, തൃശ്ശൂർക്കാർക്കും ഉണ്ട് കേട്ടോ പോർക്ക്. അപ്പോൾ തൃശ്ശൂർക്കാരെ ശൈലിയിലുള്ള ഒരു പോർക്ക് കറി നമുക്കൊന്ന് വെച്ചോക്കാം. പോർക്ക് ഫ്രൈ ഉണ്ട്, കറിയല്ല. അപ്പോൾ അതിലേക്കുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുളി അങ്ങോട്ട് എടുക്കുക, വെക്കുക, തീ കത്തിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സബോള, എല്ലാ ഇറച്ചി കറിയിലും ഉള്ള പോലെ ഒരു സബോള, പിന്നെ നമുക്ക് മിളക്, പിന്നെ ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി കറിവേപ്പില ഇതിൽ കൂടുതൽ വേണം കേട്ടോ. പിന്നെ കണ്ട ഈ മസാലയ്ക്ക് ഇത്തിരി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റേ മസാലയാണ് കാണുന്നത്, അതധികം അങ്ങനെ പൊടിക്കരുത്, ഇത്തിരി ഇങ്ങനെ ഒരു തരി വേണം കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഇത്തിരി ഭംഗിക്ക് വേണമെന്ന് വെച്ചാൽ കൊത്തമല്ലി വരാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പരിപാടികൾ. ആദ്യം നമുക്ക് തീ കത്തിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസുമാണ് വെക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വിറകടുപ്പും വയ്ക്കണം. വിറകും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാത്ത കാരണമാണ് നമ്മൾ ഗ്യാസും വയ്ക്കുന്നത്. വിറകടുപ്പ് എന്ത് സാധനം വെച്ചിട്ടുണ്ടെങ്കിലും രുചിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഉരുളി ഇങ്ങനെ വയ്ക്കാം. ഉരുളി ചൂടാക്കിയിട്ട്, അപ്പോൾ ഉരുളി നന്നായി ചൂടായിട്ട് കേട്ടോ, ഇതിലേക്ക് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ തന്നെ വയ്ക്കണം കേട്ടോ, നമ്മൾ ഓയിലും കാര്യങ്ങളൊന്നും വയ്ക്കരുത്. പിന്നെ പോർക്കിൽ അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള പോർക്ക് എന്ന് പറഞ്ഞാൽ 2 കിലോ പോർക്കിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള പാകമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇതിലേക്ക് നമ്മളിത് 4 സബോളയാണ് എടുത്തിട്ടുള്ളത്. സബോള ഇങ്ങനെ നീളനരിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു 4 എണ്ണം ഇങ്ങനെ സെൻറ്ററായി മുറിച്ചിടാം. ഇത് നന്നായി ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായി ഇതൊന്ന് വരണ്ട് വരട്ടെ കേട്ടോ. ഒരു 60% അങ്ങനെ വാടി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഇടേണ്ടത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ച് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിവേപ്പില കണ്ട ഇത്രയും വേണം കേട്ടോ. കറിവേപ്പില ഇതിലേക്ക് ഇത്തിരി കൂടുതൽ നിൽക്കണം, എന്നാലും നമുക്ക് ആ പോർക്ക് കടിക്കുമ്പോൾ ഒരു കറുമുറ ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്കിലേക്ക് ഏറ്റവും രുചി കൊടുക്കുന്നത് ഈ കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അരി ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധനമൊക്കെ എടുക്കാച്ച സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. നിറച്ച് കറിവേപ്പില മാത്രമായിട്ടാ ഇത് ഇടുക, ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് വാടി വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടണം കേട്ടോ. മല്ലിപ്പൊടി നമ്മൾക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ മല്ലിപ്പൊടി ഇത്തിരി ഇങ്ങനെ മുരിഞ്ഞ് വരണമെങ്കിൽ ഇത്തിരി ടൈം എടുക്കും. ഇത്തിരി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് നന്നായി ഒന്ന് വാടിയുണ്ട് കേട്ടോ. വാടി എന്ന് പറഞ്ഞാൽ നന്നായി ഒന്ന് മുരിഞ്ഞുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ മല്ലിപ്പൊടി ആദ്യം ഇട്ട് ഒന്ന് മൊരിയിച്ചിട്ട് വേണം മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടി ഇടില്ല, മഞ്ഞപ്പൊടി നമ്മൾ പോർക്കിലേക്ക് ഇട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് ഇട്ട് കൊടുക്കാം. എരിവ് എപ്പോഴും ഇത്തിരി മുന്തി നിൽക്കണമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ബാലൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് കറി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. കറി മസാല ഇട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും തരി പാടുള്ളൂ കേട്ടോ. ഇത്രയും തരി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോർക്കിന് ഇത്തിരി രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായി ഒന്ന് മൊരിയട്ടെ. അപ്പോൾ നല്ല മണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നന്നായി ഒന്ന് മൂത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പിലാവണം. അപ്പോൾ നമുക്കിതിലേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോർക്ക് നമ്മൾ 2 കിലോ പോർക്കിന് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറുതായി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ 2 അടി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോർക്ക് വരുന്നത്. അപ്പോൾ ഇത്തിരി ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇനി നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് തട്ടി കൊടുത്താലോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഇനി നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം.
ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൽ ഇനി തീ കുറച്ചിട്ട് ഇനി നന്നായി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ നമുക്കിത് അടപ്പൊന്ന് തുറന്നു നോക്കാം. ഓ നല്ല മണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കിതേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ളവർക്ക് ആവശ്യത്തിന് കേട്ടോ. എന്തായാലും എരിവ് ഇത്തിരി നിൽക്കുക ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇളക്കി കൊടുക്കുക. ഇനി ഇങ്ങനെ സ്ലോ ഇട്ടിട്ട് നമുക്കിങ്ങനെ വേവിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. പോർക്ക് ഫ്രൈ ആയിട്ട് കേട്ടോ. നോക്കി നിങ്ങൾ നല്ല ബ്ലാക്ക് കളറായിട്ടില്ലേ. ഇതിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വായിലിട്ട് കഴിക്കാന്ന് പറഞ്ഞില്ലേ, പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് ശരിക്കും പറയാൻ വെച്ചാൽ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് നമുക്കിങ്ങനെ മല്ലിയില ഇടാം കേട്ടോ. അപ്പോൾ നോക്കി നിങ്ങൾ ഇതിലേക്ക് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓ പ്രത്യേക ഒരു മണമാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല കഷ്ണങ്ങൾ പോട്ടെ. നോക്കി നിങ്ങൾ ഇതിൻ്റെ ഒരു ഭംഗി. ആഹായ് കണ്ടാ. ഇത് ഞായറാഴ്ചയൊക്കെ ഉണ്ടാക്കി നമുക്കിത് ഒരു 1.5 കഴിച്ചിങ്ങനെ ഇരിക്കുമ്പില്ലേ ഇതിങ്ങനെ ഇങ്ങനെ വായിരിക്കും ഇങ്ങനെ വെക്കാം. 1.5 മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ പുറത്ത് കയറിയിട്ട് ഇത് കഴിക്കാന്ന് പറഞ്ഞാൽ പ്രത്യേക സുഖമാണ്. നമുക്ക് വർത്താനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഓ ആ മീറ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല എരിവുണ്ട് കേട്ടോ. പോർക്ക് ഫ്രൈ മുക്ത സാധനം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോ. ഇതെന്തായാലും നഷ്ടക്കച്ചവടമാവില്ല കേട്ടോ. അപ്പം നോക്കി നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തോ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ. അപ്പോൾ പോർക്ക് ഫ്രൈ